എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് SFIക്കാരും KSUക്കാരും കൂടി ഭയങ്കരമായിട്ടുള്ള സംഘർഷം. അതിൻ്റെ ഇടയിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, കണ്ണീർ വാതകം പ്രയോഗിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു. ഈ സംഘർഷത്തിൻ്റെ ഇടയിലേക്ക് ഡിവൈഎഫ്ഐയുടെ മുൻ നേതാവും CPMന്റെ തിരുവനന്തപുരം ആക്ടിംഗ് സെക്രട്ടറിയൊക്കെയായ നമ്മളെ റഹീംക വരികയും SFIക്കാരോട് നിങ്ങൾ SFIക്കാരാണെങ്കിൽ ഇവിടെ ഇരിക്കണം, നിങ്ങൾ SFIക്കാരാണെങ്കിൽ ഇവിടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുത്തി. എന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഗംഭീരമായ പിഴിയലും മോങ്ങലൊക്കെ ആയിരുന്നു. പോലീസുകാർ ഏകപക്ഷീയമായി നടപടിയെടുക്കുകയാണ്, നിയമം പാലിക്കുകയല്ല. പോലീസുകാര് SFIക്കാർക്ക് നേരെ മാത്രമാണ് ജലപീരങ്കി ഉപയോഗിച്ചത്. എന്താ പറയുക, കല്ലെറിഞ്ഞത് KSUക്കാരാണ്. 30 KSUക്കാരവിടെയുണ്ട്. അവർക്കെതിരെയൊന്നും ജലപീരങ്കി ഉപയോഗിച്ചില്ല. സമാധാനപരമായി മാർച്ച് നടത്തിയിരുന്ന SFI പിള്ളേർക്കെതിരെ മാത്രമാണ് ജലപീരങ്കി ഉപയോഗിച്ചത്. കല്ലെറിയണ KSUക്കാർക്കെതിരെ ജലപീരങ്കി ഉപയോഗിച്ചിട്ടില്ല. പോലീസിന് എന്താ സതീശൻ പ്രീതിയാണ്, രമേശ് ചെന്നിത്തല പ്രീതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഭീരമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ മെഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ റഹീംക ഇന്നലെ രാത്രിയിൽ. അപ്പം റഹീംഖാനോടൊന്ന് പറയാനുള്ളത്, ഞാൻ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോ ഒന്നും അല്ല റഹീംക, എന്നാലും പറയാണല്ലോ. ഒരു 5-6 മാസം മുമ്പ് അന്നത്തെ കേരളത്തിന്റെ ബഹുമാനീയനായ മുഖ്യമന്ത്രിയെ യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടി കാണിച്ചിരുന്നു. നമ്മളെ കരിങ്കൊടി കാണിക്കലിനും സമരത്തിനും പ്രകടനത്തിനൊന്നും എതിരല്ലല്ലോ റഹീംക. നമ്മൾ സമരങ്ങൾക്കൊക്കെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ അതേപോലെ യൂത്ത് കോൺഗ്രസ്സുകാർ നമ്മുടെ അന്നത്തെ ബഹുമാനീയനായ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച് പോലീസുകാർ കരിങ്കൊടി കാണിച്ചവരെയൊക്കെ അവിടെ നിന്ന് മാറ്റി മുഖ്യമന്ത്രിക്ക് പോവാനുള്ള വഴിയൊക്കെ ഒരുക്കി കൊടുത്ത് മുഖ്യമന്ത്രി അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ 2 പേര് ഇറങ്ങി വന്നിട്ട് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ ഗംഭീരമായിട്ട് അടിച്ചാണ് പോയിരിക്കണം. കേരള ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമായിരുന്നു ഒരു VIPയുടെയും ഗൺമാന്മാര് സമരക്കാരെ തല്ലണത്. ഇന്നേ വരെ കേരള ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ആദ്യമായിട്ടാണ് ഈ സംഭവം 6 മാസം മുമ്പ് ആലപ്പുഴയിൽ വെച്ചായിരുന്നു ഉണ്ടായത്. മറ്റത് കരിങ്കൊടി സമരങ്ങളും മറ്റു സമരങ്ങളൊക്കെ നടത്തുമ്പോൾ മുഖ്യമന്ത്രിക്കായാലും മന്ത്രിമാർക്കായാലും ആർക്കായാലും എതിരെ സമരങ്ങളൊക്കെ നടത്തുമ്പോൾ പോലീസുകാരെ, യൂണിഫോം ഇട്ട പോലീസുകാരാണ് സമരക്കാരെ മാറ്റുകയും അവർക്കെതിരെ ലാത്തി ചാർജ് നടത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഒരിക്കലും അംഗരക്ഷകരായ ഗൺമാന്മാർ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഈ 2 ഇപ്പം 2 അല്ല പറയാൻ കഴിഞ്ഞ 5 പേർക്കെതിരെയൊക്കെ നടപടി എടുക്കണ്ട, അതിനൊക്കെതിരെ അന്വേഷണമൊക്കെ വരണ്ട്. ഈ 2 പേര് ഇറങ്ങിയിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലി. അന്ന് റഹീംക ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നാവോ? കേരള ചരിത്രത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് റഹീംക അറിഞ്ഞില്ലേ? അന്ന് ബഹുമാനീയനായ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാര് ഈ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിയ വിവരം അന്ന് ഇത് അറിഞ്ഞിട്ട് സമരങ്ങളെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായ അങ്ങ് ഇതിനെതിരെ ഒരു പ്രതികരണവും നടത്തണ കണ്ടില്ലല്ലോ. പിന്നെ ഇപ്പം കിടന്ന് മോങ്ങണത് അന്ന് കുറെ ഇങ്ങനെയുള്ള ഗൺമാന്മാരും പോലീസുകാരും എല്ലാം യൂത്ത് കോൺഗ്രസ്സുകാരെയൊക്കെ കുറെ തല്ലിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അവരുടെ ഭരണമാണ്. ഇനി നിങ്ങൾ അടി കൊള്ളുക, അതേ പറ്റുള്ളൂ. റോട്ടിൽ കിടന്ന് സമരം എന്നുള്ള പേരിൽ ആഭാസങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസുകാർ പിടിച്ച് തല്ലിയിരിക്കും. ഇനി SFIക്കാരാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാർ നോക്കി നിൽക്കൂല. കാരണം ഭരണം ഇപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലാണ്. അപ്പോൾ അടങ്ങി ഒതുങ്ങി പഠിക്കാൻ പോണ വിദ്യാർത്ഥികളെ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ഇരുത്തുക. റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ പ്രകടനം നടത്തി
കല്ലേറും ബസ് തടയലും ബസ്സിന് കല്ലേറിയലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസുകാർ ജലപീരങ്കിയും കണ്ണീർ വാതകവും ലാത്തി ചാർജും ഒക്കെ നടത്തിയിരിക്കും. പിന്നെ ഇന്നലെ കേശുവിന് അനുകൂലമായിട്ട് പോലീസുകാർ നിന്നു. അന്ന് ഈ VIP വേണ്ടിയിട്ട് ആ ഗൺമാന്മാർ അനുകൂലമായിട്ട് നിന്നില്ലേ? ഇനി പോലീസുകാരും കുറച്ചു കാലം കേസുകാർക്കൊക്കെ അനുകൂലമായിട്ട് നിൽക്കട്ടെ റഹീമേ. കുറെ കാലം നിങ്ങൾ അടികൊള്ളു. എല്ലാവർക്കും നമസ്കാരം.